മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിൽ കേന്ദ്ര തീരുമാനം ഉടൻ 24 എംപിമാർ ഒപ്പിട്ട നിവേദനം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കൈമാറി. നാളെ വൈകിട്ട് തീരുമാനമെന്ന് അമിത്ഷാ അറിയിച്ചതായി എംപിമാർ. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനെന്ന് രാജ്യസഭയിലെ ചോദ്യത്തിന് കേന്ദ്രത്തിന്റെ മറുപടി. വൈകിട്ട് 4 മണിയോടെ പാർലമെന്റിൽ വെച്ചാണ് കേരളത്തിൽ നിന്നുള്ള എംപിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത്. പ്രിയങ്ക ഗാന്ധി അടക്കം രാജ്യസഭയിലെയും ലോക്സഭയിലെയും 24 എംപിമാരാണ് ആഭ്യന്തരമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയത്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും 2221 കോടി രൂപയുടെ പാക്കേജ് വേണമെന്നും എംപിമാർ ആവശ്യപ്പെട്ടു. പരിശോധിച്ച ശേഷം അടുത്ത ദിവസം മറുപടി നൽകാമെന്ന് അമിത്ഷാ എംപിമാർക്ക് ഉറപ്പു നൽകി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ അതിന്റെ ഇന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ വിശദീകരിച്ചതും പ്രിയങ്ക ഗാന്ധി വധരയാണ്. ഞങ്ങൾ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി വ്യക്തമാക്കി. പ്രളയവും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണെന്നും ആവശ്യമായ ലോജിസ്റ്റിക്സും സാമ്പത്തിക പിന്തുണയും നൽകുക മാത്രമാണ് കേന്ദ്രത്തിന്റെ ചുമതലയെന്നും രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് മറുപടി നൽകി. 24 ഡൽഹി.